സാന്നിധ്യം. അതിനിടെ ഇടുക്കിയിൽ നിന്ന് വരുന്നത് BL റാമിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്കേറ്റു എന്ന വാർത്തയാണ്. വെള്ളക്കല്ലിൽ സൗന്ദർരാജനാണ് പരുക്കേറ്റത്. ഇയാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? മറ്റൊന്ന്, ഇതിൽ സ്ഥിരമായി ഇങ്ങനെ കാട്ടാന ശല്യമുള്ള മേഖലയാണോ? മറ്റു വിശദാംശങ്ങൾ. അനുജ, സ്ഥിരമായി കാട്ടാന ശല്യമുള്ള പ്രദേശമാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം. ഏലത്തോട്ടത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സൗന്ദർരാജ്. ഇതിനിടയിലാണ് ചക്കക്കൊമ്പൻ അങ്ങോട്ടേക്ക് എത്തുകയും ഇയാളെ ആക്രമിക്കുകയും ചെയ്തത്. ആക്രമണത്തിൽ ഈ സൗന്ദർരാജിന്റെ 2 കൈകൾക്കും കാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം നെഞ്ചിലും ഗുരുതരമായി പരിക്കേറ്റു. പ്രാഥമിക ശുശ്രൂഷ ഈ രാജകുമാരി ഹോസ്പിറ്റലിൽ നൽകിയിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സൗന്ദർരാജിനെ ആക്രമിച്ച ശേഷം ചക്കക്കൊമ്പൻ അവിടെ ഏറെ നേരം തുടർന്നു. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ടു. പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഈ സൗന്ദർരാജിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. സ്ഥിരമായി ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ഒരു ആനയാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനിധി ഒരല്പം പ്രശ്നം ആണ് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അപകടനില തരണം ചെയ്തിട്ടില്ല. തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അനുജ, ഇടുക്കിയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഈ വിഷയത്തിൽ പ്രദേശവാസിയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണം കേൾക്കാം. ഞങ്ങള് ഈ പുള്ളിനെ കാണാതായപ്പോൾ തപ്പാൻ പോയപ്പോഴത്തേക്ക് ആന അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. തപ്പാൻ സമ്മതിച്ചില്ല. ആന അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഫോറസ്റ്റുകാരെ വിളിച്ചറിയിച്ചു. ഒരു അരമണിക്കൂറിനും ഫോറസ്റ്റും വന്നു. മറ്റു വാച്ചർമാരൊക്കെ പടക്കം ഇട്ട് പൊട്ടിച്ചിട്ടാണ് ആളെ നമുക്ക് കിട്ടിയത്. കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, പുള്ളിയുടെ പേരക്കിടാവ് ഉണ്ടായിരുന്നു. അവന് ഈ പുള്ളിനെ തള്ളിയിട്ടപ്പോഴത്തേക്ക് പൊക്കാൻ പോയി. അവനെ ഓടിച്ചപ്പോൾ അവൻ വീട്ടിൽ വന്നു, വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർ അയൽവക്കക്കാരോടൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് സംഭവം അറിഞ്ഞത്. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക്